നമസ്കാരം, ECTയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്നത് പോക്കോയുടെ X2 മോഡൽ ഫോണാണ്. ഫെബ്രുവരിയിൽ റിലീസ് ചെയ്ത ഈ ഫോൺ പോക്കോ ഇൻട്രൊഡ്യൂസ് ചെയ്തതിൽ വളരെ മികച്ച ഒരു ഫോൺ എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. അൺപാക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് ലുക്കിൽ തന്നെ നമുക്ക് കാണാനാവുക വളരെ നീറ്റായിട്ട് X2 എന്നുള്ളൊരു പ്രിൻറ്റിംഗ് ആണ്. അതുപോലെ തന്നെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ പോക്കോ X2-നൊപ്പം തന്നെ അവരുടെ മെയിൻ ഫീച്ചറായി അവകാശപ്പെടുന്ന റിയാലിറ്റി ഫ്ലോ 120 Hz എന്നുകൂടി പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി മെയിൻ ബോക്സിൻ്റെ ബാക്ക് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ആസ് യൂഷ്വൽ എല്ലാ മൊബൈൽ മോഡലുകളിലും കാണുന്ന പോലെ തന്നെ അതിൻ്റെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ്റെ ഒരു ഓവർവ്യൂ കാണാൻ പറ്റും. ഡിസ്പ്ലേ, ക്യാമറ, പ്രൊസസ്സർ, ബാറ്ററി, റാം ആൻഡ് റോം, അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രൈസ്, ഇങ്ങനെ എല്ലാ ഡീറ്റെയിൽസും സിംഗിൾ ലുക്കിൽ വായിക്കാവുന്ന രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അൺബോക്സ് ചെയ്യാം. വാറണ്ടി കാർഡ്, ഫോൺ ഡോക്യുമെൻറ്റേഷൻ, സിം എജക്ഷൻ ടൂൾ, എക്സ്ട്രാ ബാക്ക് കേസ് എല്ലാം അടങ്ങിയ ഒരു ബ്രൈറ്റ് യെല്ലോ സബ് കേസാണ് നമുക്ക് ആദ്യം കാണാൻ കഴിയുക. നീറ്റായിട്ട് കവർ ചെയ്ത ഫോണിൻ്റെ ബാക്ക് ഭാഗത്ത് പോക്കോ എന്ന് മാത്രം പ്രിൻറ്റ് ചെയ്തിരിക്കുന്നു. ബോക്സിൽ ഫോണിനൊപ്പം അല്പം വലിയ 27 വാട്ട് ഫ്ലാഷ് ചാർജർ, ഒപ്പം C ടൈപ്പ് USB കേബിൾ എന്നിവയാണുള്ളത്. വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു കളറാണ് പോക്കോ X2 ഫോണിന് നൽകിയിരിക്കുന്നത്. P2i സ്പ്ലാഷ് പ്രൂഫ് കോട്ടിംഗ് ആണ് ഇതിനുള്ളത്. ബാക്ക് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ക്വാഡ് ക്യാമറ സെക്ഷൻ നമുക്ക് കാണാൻ കഴിയും. ഫോണിൻ്റെ വലതുഭാഗത്താണ് ഫിംഗർ പ്ലസ് പവർ ബട്ടൺ ഉള്ളത്. ഈ പവർ ബട്ടണൊപ്പം തന്നെയാണ് വോളിയം ബട്ടണും ആഡ് ചെയ്തിരിക്കുന്നത്. മുകൾ ഭാഗത്തായി മൈക്ക് ഹോളും അതുകൊണ്ട് തന്നെ IR ബ്ലാസ്റ്ററും കാണാനാവും. ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹൈബ്രിഡ് സിം സ്ലോട്ട് മാത്രമാണ് നമുക്കുള്ളത്. വളരെ നീറ്റായിട്ടുള്ള ഒരു സൈഡ് പാനലാണ് ലെഫ്റ്റ് സൈഡിലേക്ക് നമുക്ക് കാണാൻ സാധിക്കുക. താഴെ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ സ്പീക്കർ, മൈക്ക് ഹോൾ, USB ടൈപ്പ് C പോർട്ട്, 3.5mm ഹെഡ്ഫോൺ ജാക്ക് എന്നിവ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇനി ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ IPS LCD ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. 6.67 ഇഞ്ചാണ് സൈസ്. 84.87 ആണ് സ്ക്രീൻ ടു ബോഡി റേഷ്യോ. 20:9 ആസ്പെക്ട് റേഷ്യോയിൽ 1080x2400 ആണ് സ്ക്രീൻ റെസൊല്യൂഷൻ. കോണിംഗ് ഗോറില്ല ഗ്ലാസ് 5 ആണ് സ്ക്രീൻ പ്രൊട്ടക്റ്റഡ് ഗ്ലാസ്. HDR10 സപ്പോർട്ട് ചെയ്യുന്ന ഈ ഡിസ്പ്ലേയിൽ 120 Hz വരെ റിഫ്രഷിംഗ് റേറ്റ് നൽകുന്നുണ്ട്. ബ്രൈറ്റ്നസ് വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ 500 nits വരെ നമുക്ക് ലഭ്യമാണ്. ഇനി OS നോക്കിക്കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് 10 പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്ന പോക്കോ X2-ന് MIUIയുടെ 11 യൂസർ ഇൻ്റർഫേസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 730G 8nm പ്രോസസ്സറാണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് GPUയിലേക്ക് വന്നു കഴിഞ്ഞാൽ 730G സപ്പോർട്ട് ചെയ്യുന്ന ആഡ്രിനോ 618 GPU ആണ് ഇതിൻ്റെ അകത്ത് ഗ്രാഫിക്സ് പ്രോസസ്സിംഗ് യൂണിറ്റ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. സ്നാപ്ഡ്രാഗൺ 730G സപ്പോർട്ട് നൽകുന്ന അഡ്രിനോ 618 GPUവിൻ്റെ സപ്പോർട്ടിൽ വളരെ മികച്ച ഒരു ഗെയിമിംഗ് അനുഭവം നമുക്ക് ഇതിൽ ലഭ്യമാകും. ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്ന 120 Hz റീഫ്രഷിംഗ് റേറ്റ് വളരെ മികച്ച ഒരു ഗെയിമിംഗ് അനുഭവം തന്നെ നൽകുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. 6GB 8GB രണ്ട് വേരിയൻറ്റുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. 64GB 128GB 256GB റോമുകളും നമുക്ക് അവൈലബിൾ ആണ്. പോക്കോ X2-ൻ്റെ കണക്ടിവിറ്റീസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ വൈഫൈ, ബ്ലൂടൂത്ത് 5.0, GPS, ഇൻഫ്രാറെഡ്, FM റേഡിയോ, USB 2.0 ടൈപ്പ് C എന്നിവയാണ് കണക്ടിവിറ്റി ഓപ്ഷൻസ്. പോക്കോ X2-ൻ്റെ സെൻസറുകൾ നോക്കിക്കഴിഞ്ഞാൽ ഫിംഗർ പ്രിൻറ്റ്, ആക്സലറോമീറ്റർ, ഗൈറോ, പ്രോക്സിമിറ്റി, കോമ്പസ് സെൻസറുകൾ നമുക്ക് ലഭ്യമാണ്. ബാക്ക് സൈഡിൽ ക്വാഡ് ക്യാമറ, LED ഫ്ലാഷ് എന്നിവയാണുള്ളത്. ക്യാമറ ബോഡി ലെവലിൽ നിന്നും അല്പം പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഫ്രണ്ട് ആൻഡ് ബാക്ക് ഗ്ലാസ് കോണിംഗ് ഗോറില്ല ഗ്ലാസ് 5 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിന്റെ ഫ്രെയിമാണ് X2-ന് യൂസ് ചെയ്തിട്ടുള്ളത്. മെയിൻ ക്യാമറ 64MP ആണ്. സോണിയുടെ IMX686 സെൻസറാണ് റിയൽ ക്യാമറയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. കാർഡ് ക്യാമറയിൽ 64MP മെയിൻ ക്യാമറ കൂടാതെ 8MP അൾട്രാ വൈഡ് സെൻസർ നമുക്ക് 120 ഡിഗ്രി ഫീൽഡ് ഓഫ് വ്യൂ നൽകുന്നു. അതുകൊണ്ട് തന്നെ 2MBയുടെ ഒരു മാക്രോ സെൻസറും 2MBയുടെ ഒരു ഡെപ്ത് സെൻസർ ക്യാമറയുമാണ് ബാക്ക് സൈഡിലുള്ളത്. ഇനി ഫ്രണ്ട് ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ 20MBയുടെയും 2MBയുടെയും ഡ്യുവൽ ഇൻ സ്ക്രീൻ ഫ്രണ്ട് ക്യാമറയാണ് പോക്കോ X2-നുള്ളത്.
വീഡിയോ സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ മെയിൻ ക്യാമറയിൽ 4K വീഡിയോ നമുക്ക് 30 ഫ്രെയിംസ് വരെയും ഫുൾ HD വീഡിയോസ് 30 ഫ്രെയിംസ് 120 ഫ്രെയിംസ് റേഞ്ചിലും അതുപോലെ തന്നെ 720 റെസൊല്യൂഷൻ ആണെങ്കിൽ 960 ഫ്രെയിംസ് വരെയും നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ഫ്രണ്ട് ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ 1080 at 30 ഫ്രെയിംസ് വരെയാണ് വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ട് ചെയ്യുന്നത്. നോൺ റിമൂവബിൾ ആയിട്ടുള്ള 4500 mAh ബാറ്ററിയാണ് പോക്കോ X2-നുള്ളത്. 27 വാട്ട് ഫാസ്റ്റ് ചാർജിങ്, 100% ചാർജിങ്ങിന് 68 മിനിറ്റാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ മികച്ച ഒരു സ്മാർട്ട് ഫോൺ എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പോക്കോ X2-നെ പറയാനാവും.